ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഷാഹന. വെൽക്കം ടു ഷോ. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട തുഷാരയാണ്. തുഷാര ചേച്ചി, വെൽക്കം ടു ഷോ. താങ്ക് യു. എന്നാ ടെൻഷൻ ഉണ്ടോ? ഇല്ല, എന്തിന് വെറുതെ ടെൻഷൻ അടിക്കണേ? അതെ, എപ്പോഴും നമ്മൾ ചിരിച്ചു തന്നിരിക്കണം അല്ലേ? അതെ. ഓക്കെ, നമുക്ക് ചിരിച്ച് തന്നെ മുന്നോട്ട് പോവാം. എന്നാ സിനിമ, സീരിയൽ എല്ലാത്തിലും ഇങ്ങനെ ഓരോരോ കൈമുദ്ര വെച്ചിട്ടുണ്ട്. നാടകമുണ്ട്, എല്ലാത്തിലും. ഇതൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടന്ന് അഭിനയിക്കാൻ എപ്പോഴാണ് സമയം കിട്ടുന്നത്? അതെന്താണെന്നറിയോ, വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എന്തെങ്കിലും പരിപാടി പിടിച്ച് ഓടി നടക്കുന്നതാണ് സത്യത്തിൽ. നാടകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൽ ചെയ്യാനായിട്ട്. അങ്ങനെ. അപ്പം ചേച്ചി ആദ്യമേ നാടകത്തിൽ നിന്നായിരിക്കുമല്ലോ ബിഗിനിങ് ചേച്ചി വന്നേക്കുന്നത്. അപ്പം അന്ന് നാടകം ചെയ്തിരുന്നത് എവിടെ ആയിരുന്നു, എങ്ങനെയായിരുന്നു? ഫസ്റ്റ് നാടകം എൻ്റെ നാട്ടിലാണ് ചെയ്യുന്നത്. കണ്ണൂര്. കണ്ണൂര് കോളേജ് പഠിക്കുമ്പം ഒരു സംഗീത നാടകത്തിൽ തുടങ്ങിയതാണ്. അത് കുറേ സ്റ്റേജുകളൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ ഞാൻ അമേച്ചർ നാടകങ്ങളിൽ തുടങ്ങി. കുറേ വർഷം നാടകം കളിച്ചു. അതിനുശേഷം പതുക്കെ സീരിയലിലോട്ടും സിനിമയിലോട്ടൊക്കെ വന്നു. ഫസ്റ്റ് ചെയ്ത സിനിമയാണ്, പിന്നെയാണ് സീരിയൽ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ചെയ്ത സിനിമ ഏതാന്ന് ഓർമ്മയുണ്ട്? ആദ്യം ഞാൻ ചെയ്തത് ഒരു എന്നും എപ്പോഴെന്ന് പറഞ്ഞ പടത്തിൽ ഒരു ക്യാരക്ടർ, കുഞ്ഞു ക്യാരക്ടർ, ലാലേട്ടൻ്റെ പടം. അതെ. പിന്നെ മെയിനായിട്ട് ചെയ്ത പടം പന്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പഴയ ഡാൻസർ വിനീതിന്റെ വൈഫായിട്ട് ഒരു പടം ചെയ്തു. അത് നല്ല പടമായിരുന്നു, ഓഫ് ബീറ്റ് പടമായിരുന്നു. അല്ല, പൊതുവെ ഈ നാടകം, സീരിയൽ, സിനിമ മൂന്നും അഭിനയമാണെങ്കിലും മൂന്ന് രീതിയിലാണ് വരുന്നത്. അപ്പം അത് കൺട്രോൾ ചെയ്ത് അഭിനയിക്കുക എന്നത് അത്ര ഈസി ഉള്ളൊരു കാര്യമല്ല. അപ്പം എങ്ങനെയാണ് ഇതെല്ലാം ഇപ്പോഴും നാടകം ചെയ്യുന്നുണ്ടോ ചേച്ചി? നാടകം ഇപ്പം നല്ലൊരു പ്ലേ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നാടകം ചെയ്യുമ്പോൾ നമുക്ക് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് അപ്പം തന്നെ കിട്ടും. പിന്നെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതുമായിട്ട് എനിക്ക് സിനിമയൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. സിനിമ നമുക്ക് അത്രയും എനിക്ക് ക്യാമറേൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ടെൻഷൻ കൂടുതൽ. നാടകത്തിൽ ടെൻഷൻ വന്നില്ലെങ്കിലാണ് ടെൻഷൻ. ഇന്ന് പെർഫോമൻസ് ശരിയാവത്തില്ല. കാരണം ആ ഫസ്റ്റ് ബെല്ല് അടിക്കുന്നതിന് മുന്നുള്ള ഒരു വിറവൽ, ആ വിറയിൽ ഷിവറിങ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ കഥാപാത്രം നന്നായിട്ട് പവർഫുള്ളായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേസമയം സിനിമയിൽ വരുമ്പോൾ, ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും കുറച്ച് നെർവസ് ആണെങ്കിലും, ഇപ്പം ഞാൻ കാണുന്നില്ലേ കുറച്ച് എന്നെ കാണുമ്പോൾ നെർവസ് ആയ പോലെ. അതാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ. അപ്പം ക്യാമറേൻ്റെ മുന്നിൽ വരുമ്പോൾ എപ്പോഴും ഞാൻ ടെൻഷനാണ്. പക്ഷെ എന്നാൽ സ്റ്റേജിൽ അത്ര ഓഡിയൻസിന് അല്ല, ഇവിടെ ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ മുഖത്ത് അങ്ങനെ അറിയാൻ പറ്റുമല്ലോ. ഫ്രീ ആയാലേ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു പൊതുവേ നമ്മൾ ക്യാമറയുടെ മുമ്പിലാണെങ്കിൽ നമുക്കൊന്ന് തെറ്റിയാൽ റീടേക്ക് പോകാം. ഓഡിയൻസിന്റെ മുമ്പിൽ ഒരിക്കലും നമുക്ക് എന്താ പറയുക, റീടേക്ക് എന്നൊരു ഓപ്ഷൻ ഇല്ല. ലൈവ് പെർഫോമൻസ്, അവിടെ ടെൻഷൻ ഇല്ല. എന്നാ ഇപ്പൊ ടെൻഷൻ ഉണ്ട്. അതെന്താ പറയുക, എനിക്ക് റീടേക്ക് പോയാലാണ് എൻ്റെ പ്രശ്നം. എനിക്ക് റീടേക്ക് പോവല്ലേ എന്നാണ് ഞാൻ ഫസ്റ്റ് തന്നെ ആദ്യം പ്രാർത്ഥിക്കും. ദൈവമേ, ഒരാളും തെറ്റിക്കല്ലേ, ലൈറ്റൊക്കെ കറക്റ്റ് ആയിരിക്കണേ, ഇതൊരു പ്രശ്നം വരില്ല. കാരണം ഫസ്റ്റ് വരുന്ന ആ ഒരു സംഭവം രണ്ടാമത് പോകുമ്പം അതിൻ്റെ ഡെപ്ത് കുറച്ച് കുറയും. നമ്മളത് അറിയാണ്ട് നമ്മൾ ആ സാധനത്തിൽ ഇങ്ങനെ നമ്മൾ ബ്രെയിനിൽ ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് വെക്കുമല്ലേ, ഇത് ഇന്ന് ഇങ്ങനെ സംഭവം സെറ്റാക്കാന്നൊക്കെ ചെയ്ത് വെച്ചിട്ട് പ്ലാൻ ചെയ്ത് ഫസ്റ്റ് തന്നെ അങ്ങ് ചീറ്റിപ്പോവും. എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറിനോട് കട്ടുവിളി ഉണ്ടെങ്കിൽ ടെൻഷനായി. ഷോ ഇനിയിപ്പോൾ അസാധനങ്ങളൊക്കെ വരും. ആ നാച്ചുറലായിട്ട് വന്ന് രണ്ടാമത് ചെയ്യുമ്പോഴത്തേനും ഒരിക്കലും എനിക്ക് അങ്ങനെ കിട്ടാറില്ല. അങ്ങനെ ഡയറക്ടേഴ്സ് ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വലിയ വഴക്കൊന്നും കിട്ടാറില്ല. പിന്നെ സീരിയൽ ചെയ്യുമ്പോഴത്തേനും വഴക്കൊക്കെ മേടിക്കാറുണ്ടല്ലേ? അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പോണം. അപ്പം നമ്മൾ ഫുൾ അലേർട്ടായിട്ടിരിക്കണം. ഈ ഓണിയർമാർക്ക് പറഞ്ഞ് നിൽക്കണ പോലെ ഒരു പ്രശ്നവും പറ്റാൻ പാടില്ല. ടൈം പോകുന്തോറും അവരെല്ലാവരും കാതോർത്തിരുന്നിട്ട് അതുപോലെ തന്നെ ആക്ട് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യാറ് കുറച്ചൊരു എനിക്കങ്ങനെ ഒരു ഉള്ളിലേക്ക് പോയി ചെയ്യാനുള്ള സമയമൊന്നും സീരിയലിൽ കിട്ടില്ല. പക്ഷെ സിനിമയിൽ നമ്മൾ ആ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ? അതെ. ഇപ്പൊ പുതിയ ചേച്ചിയുടെ സിനിമാ വിശേഷം എന്നാന്ന് ചോദിച്ചാൽ എന്നാ പറയാനുള്ളത്? സിനിമാ വിശേഷം എന്നാന്ന് വെച്ചാൽ, ഞാൻ ഇപ്പൊ ഒരു പടം ഇറങ്ങിയത് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹായ, അമ്മേ ശ്വാസം മുട്ടു ഇത് പറഞ്ഞ് തീരുമാനത്തിന്, ഹൃദയഹാരിയായ പ്രണയകഥ. അല്ലേ? അതെ. എന്താ ഇങ്ങനെ പറയല്ലേ, വലിയ പേരായ ഹൃദയഹാരിയായ പ്രണയകഥ. അതിനകത്ത് ഒരു ക്യാരക്ടറാ, രസമുള്ള ഒരു ക്യാരക്ടറാണ് അതിനകത്ത്. അത് നമ്മുടെ ട്രെയിലറിൽ തന്നെ ആ ക്യാരക്ടർ നമ്മൾ കണ്ടു. അതെ, ട്രെയിലറിൽ തന്നെ ഇതായി. അപ്പം അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
രാജേഷ് ചേട്ടനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. ആളുടെ കൂടെയൊക്കെ ആളെയൊക്കെ കാണാൻ പറ്റി. പോരാത്തതിന് രതീഷ് പൊതുവാൾ സാറാണ് എൻ്റെ ഡയറക്ടർ. അതെ, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. എൻ്റെ ദൈവമേ, ആ ക്യാരക്ടർ ചെയ്യാൻ സിനിമ കണ്ടിട്ടുണ്ടോ? അപ്പം അതിനകത്ത് അത്ര വലിയൊരു ക്യാരക്ടറൊന്നുമല്ല, പക്ഷെ അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് പയ്യന്നൂർ വരെ 5 പ്രാവശ്യം പോയിട്ടുണ്ട്. ഓഡീഷൻ്റെ പ്രോസസ്സ് തന്നെ അത്രയും ഉണ്ടായിരുന്നു. അത്രയും പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. അതെ അതെ. ഓഡീഷൻ കഴിയുമ്പോഴത്തേനും നമ്മളിലേക്ക് ആ ക്യാരക്ടർ അറിയാണ്ട് കയറും. പിന്നെ അവിടെ പോയിട്ട് രതീഷ് ചേട്ടൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അതാണ് സുഹാസിനിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു സുഹാസിനിനെ, പ്രത്യേകിച്ച് ആ ക്രൂവിൻ്റെ ഒപ്പം, പിന്നെ പോരാഞ്ഞിട്ട് രജീഷ് സാറിൻ്റെ ഒപ്പം എങ്ങനെ ഉണ്ടായിരുന്നു സുഹാസിനി? ആ ക്രൂ എന്ന് പറയാൻ ഒരു സിനിമ സെറ്റ് ഒന്നും അല്ല. ഞാൻ 110 ദിവസം പോയിട്ടുണ്ട്. അതെ, ഞാൻ ആകെ 2-3 സീനിലേ ഉള്ളൂ, പക്ഷെ എനിക്ക് 10-15 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. ആ ലാസ്റ്റ് 2-3 ദിവസം നൈറ്റ് ഒക്കെ പോയി. അതിന്റെ ഷൂട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു തിയേറ്ററിലുള്ള ആൾക്കാരാണ് അതിനകത്ത് എല്ലാം. അപ്പോൾ ഒരു സിനിമയിൽ പോയി അഭിനയിക്കാനൊന്നും തോന്നിയിട്ടേ ഇല്ല. പിന്നെ രതീഷ് ചേട്ടനെ എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചൂടാവും. എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആളും ഭയങ്കര നെർവസ് ആയിരുന്നു. പിന്നെ നമ്മൾ പെണ്ണ് കാണൽ സീനാണ് എനിക്ക് ഫസ്റ്റ് എടുത്തത്. അത് കാരണം ആ ചമ്മലും പ്രശ്നമില്ലാതെ അങ്ങോട്ട് പോയി. കാരണം കുറച്ച് നാണമൊക്കെ വന്നാലും കുഴപ്പമില്ലല്ലോ, അങ്ങനെ രക്ഷപ്പെട്ടു ഞാൻ. ഈ 15 ദിവസം ഒരുപാട് എക്സ്പീരിയൻസ് കാണുമല്ലോ. അതെ. എന്നായിരുന്നു നിങ്ങൾക്ക് അവിടെ പെട്ടെന്ന് ഓർക്കാൻ പറ്റിയ എന്തെങ്കിലും മെമ്മറീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? കുറെ മെമ്മറീസ് ഉണ്ട്. മറ്റേ കടലിന്റെ കരയിലായിരുന്നു നാടകത്തിന്റെ സെറ്റ് ഇട്ടത്. 2-3 ദിവസം ഉറങ്ങാണ്ട്, ആ രാത്രിയാണല്ലോ ഷൂട്ട്, അപ്പോൾ ഉറങ്ങാതെ അങ്ങനെ ആ പൊടിയിലിരുന്നിട്ട് ആ കോസ്റ്റ്യൂം തന്നെ ഇട്ടിരുന്ന് അങ്ങനത്തെ കുറെ രസകരമായ ദുർഘടമായ എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ ക്രൂ ഭയങ്കര രസമായിരുന്നു. അതിനകത്തുള്ള എല്ലാവരും നമ്മളെ വീട്ടിലെ ആൾക്കാരെ പോലെ ആ കുറെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ചേച്ചിമാരും ഒക്കെ നല്ല ആൾക്കാരായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ പ്രേമ ചേച്ചി, ചിത്ര, കുറെ ആൾക്കാരുണ്ടായിരുന്നു. ലിസ്റ്റ് എടുക്കണമെങ്കിൽ ഒത്തിരി പേരുടെ പേര് പറയാനുണ്ടല്ലേ? അതെ, ലിസ്റ്റ് ഇറക്കുന്നില്ല. എന്നാലും പക്ഷെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരുമായിട്ട് നല്ലൊരു എന്താ പറയാ, ഒരു ഗെറ്റ് ടുഗദർ എന്നല്ല, നല്ലൊരു ഫാമിലി പോലെ. അത് ചില സെറ്റ് അങ്ങനെയാണ്. ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എല്ലാവരുമായിട്ടും, അത് ഡയറക്ടറിന്റെ കൂടെ മിടുക്കാണ് കേട്ടോ. ആ ഷൂട്ടിന്റെ ലൊക്കേഷന്റെ രീതി അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളെല്ലാവരും അങ്ങനെ കണക്ട് ആവുന്നത്. അല്ല, ഇപ്പൊ ശേഷം അതിനകത്ത് ഓൾറെഡി പറഞ്ഞു ഞാൻ 4 തവണ ഓഡീഷന് പോയി, അല്ല 5-4 തവണ പോയി അല്ലേ? അതെ, പോയി. അപ്പൊ പ്രത്യേകിച്ച് രജീഷ് സാറിൻ്റെ ഒരു സിനിമ എടുക്കുവാണെങ്കിൽ പുള്ളി സ്പെസിഫൈ ചെയ്യുന്ന ഡയലോഗിലായിരിക്കാം. എസ്പെഷ്യലി എന്നാത്താൻ കേസോട് തന്നെ നമ്മൾ എക്സാമ്പിൾ എടുത്തപ്പം കണ്ണൂർ സ്ലാങ് ഉള്ളവരെ മാത്രമേ അതിനകത്ത് പ്രിഫറൻസ് കൂടുതലും വന്നിട്ടുള്ളൂ. ഇതിലും അങ്ങനെ തന്നെ ആയിരുന്നു. അവരുടെ ആ കാസ്റ്റിംഗ് കോളിൽ തന്നെ കാണുന്നുണ്ട് ഭാഷ മുൻഗണന എന്ന് പറഞ്ഞാൽ കണ്ണൂർ സ്ലാങ് കൊടുക്കുന്നു. ഇപ്പൊ കണ്ണൂർക്കാരി ആയതുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു കണ്ണൂർ സ്ലാങ് വെച്ച്? ഇപ്പൊ എനിക്ക് കേട്ടിട്ട് ഒരു കണ്ണൂർ സ്ലാങ്ങും കിട്ടുന്നില്ല. ഞാനേ കണ്ണൂർ സ്ലാങ് ഒക്കെ എൻ്റെ പോയി. നാടകം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ആ അച്ചടി ഭാഷ സംസാരിച്ചങ്ങ് ശീലിച്ചു പോയി. ഞാൻ സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ നാടകങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ ആ പാറ്റേൺ വേറെയാണ്. അധികം നോവലിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം നമ്മുടെ സ്ലാങ് ഒക്കെ മാറി. പിന്നെ ലാസ്റ്റ് ചെയ്ത ചരിത്ര പുസ്തകത്തിലേക്ക് ഒരു 7 എന്ന് പറഞ്ഞ നാടകം 5 ക്യാരക്ടറാണ് ഞാൻ അതിനകത്ത് ചെയ്യുന്നത്. 5ഉം അങ്ങനത്തെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിരുന്നു. തമ്പുരാട്ടി, മറ്റേ ഖദീജത്താത്ത, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പം സ്ലാങ് ഒക്കെ വേറെ എന്തൊക്കെയാ. അപ്പൊ ഈ സിനിമയിലെ സ്ലാങ് പിടിച്ചെടുക്കാൻ പറ്റിയായിരുന്നോ? അപ്പൊ ഞാനിങ്ങനെ അവിടെ പോയപ്പോ ഓഡീഷന്റെ സമയത്ത് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു കണ്ണൂരാന്ന് പറഞ്ഞിട്ട് കണ്ണൂർ സ്ലാങ് വരുന്നില്ലല്ലോ, അതെന്താ? ഞാൻ പറഞ്ഞു ഇങ്ങനെ നാടകമൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്, ആവശ്യം വരുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ആ ഒരു ഡയലോഗ് തരുമ്പോൾ ഡയലോഗ് പറഞ്ഞ് പിന്നീട് പ്രാക്ടീസ് അങ്ങനെ വല്ലതും എടുത്തായിരുന്നോ? അങ്ങനെയൊന്നുമില്ല. അത് അവർ ആദ്യം തന്നെ ഈ ലാസ്റ്റ് ഓഡീഷന് പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പം നമ്മൾ ആ സമയത്ത് തന്നെ അത് കാണാതെ പഠിച്ചിട്ടാണ് പറയണത്. സിങ് സൗണ്ട് ആണല്ലോ പടം. അപ്പോൾ ആദ്യം തന്നെ ആ ഡയലോഗൊക്കെ എനിക്ക് ബൈ ഹാർട്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു ടാസ്ക് വന്നില്ല. അങ്ങനത്തെ ടാസ്ക് ഒന്നും വന്നില്ല. പക്ഷെ ഞാനിപ്പോഴും ഞാനതാ പറഞ്ഞു, കാര്യം പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല കണ്ണൂക്കാരിയാന്ന്. അത് ഞാൻ നാട്ടിൽ പോയി 2 ദിവസം നിന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും കണ്ണൂരാണെന്ന്. ഓക്കെ. അപ്പൊ സൂസു ആണ് ഇപ്പം ലേറ്റസ്റ്റ് മൂവി. അല്ല, ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് ഇന്ന് പാലും പഴമാണ്. അതിനകത്ത് ഞാൻ മിഥുൻ ചേട്ടന്റെ വൈഫായിട്ട്, മീര ജാസ്മിന്റെ നാത്തൂനായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കട്ട നെഗറ്റീവ് ക്യാരക്ടറാണ്. എങ്ങനെ ഉണ്ടായിരുന്നു?
നല്ലതായിരുന്നു. ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റത്തില്ല, സിനിമ തിയേറ്ററിൽ ഓടുന്നത് കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഈ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ആ ക്യാരക്ടർ അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡ് ചൂസ് ചെയ്യാൻ കാരണം എന്നായിരുന്നു? എന്നെ ഡയറക്ടറെ ചൂസ് ചെയ്തത് ഞാൻ എന്നെ കണ്ടപ്പോൾ ആൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് സാധനം തരാനായിരിക്കും തോന്നിയത്. ഈ ചിരിച്ചിരിക്കുന്ന ആക്കോ? അതാണ് അറിയില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് കിട്ടിയെന്നാ. അതാണ് ഡയറക്ടർക്ക് എന്നെ കണ്ടപ്പോൾ അങ്ങനെയായിരിക്കും തോന്നിയത്. പാലും പഴത്തിൽ നല്ലൊരു നെഗറ്റീവ് ഷെയ്ഡ് തന്നെ. അതെ. ഇപ്പൊ ചേച്ചീനോട് ചോദിക്കുകയാണെങ്കിൽ ചേച്ചി ഇപ്പൊ ഓവറോൾ എത്ര സിനിമകളും സീരിയലുകളും ചെയ്തിട്ടുണ്ട്? എത്ര വർഷമായി സത്യത്തിൽ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 10-14 വർഷമായി. പ്രായം ഒന്നും ചോദിക്കരുത് കേട്ടോ. ഇല്ല ഇല്ല, എനിക്ക് പ്രായം അറിയണ്ട പറയാൻ. പെൺപിള്ളേരോട് പ്രായം ചോദിക്കരുതെന്നാ ചോദിക്കത്തില്ലേ? താങ്ക് യു. തിരിച്ചെന്നോട് ചോദിക്കരുത്, അതുകൊണ്ടാണ്. ഇല്ല, ഞാൻ ഒരിക്കലും ചോദിക്കില്ല, എനിക്ക് ഇഷ്ടമല്ല അതൊക്കെ. ഓക്കെ. 14 വർഷം കഴിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ നാടകത്തിലൊക്കെ ബിസി ആയിരുന്നു. അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സർവൈവ് ചെയ്യണ്ട്. അതുകൊണ്ട് ഞാൻ സീരിയൽ ചെയ്യാൻ തുടങ്ങി. അപ്പം തട്ടിമുട്ടിയാണ് ഫസ്റ്റ് ചെയ്തത്. അത് കൊറോണ കാരണമൊന്നും അല്ല കേട്ടോ, അത് എനിക്ക് ഇഷ്ടമായിരുന്നു അതിനകത്ത് ചെയ്യാനായിട്ട്. തട്ടിമുട്ടിനകത്ത് പറയുമ്പോൾ ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ അവസരം തരാം ഞാൻ. എന്നാലും തട്ടിമുട്ടി പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ വരുവാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ കൂടെ റീസെന്റ് ആയിട്ട് ഇരുന്ന് തട്ടിമുട്ടിന്റെ പഴയ എപ്പിസോഡ് കാണാം. കാരണം നമുക്കതൊരു ഫാമിലി പ്രോഗ്രാം ആയിരുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ KPC ലളിതാമ്മ ആയിക്കോട്ടെ, മഞ്ചേശി ആയിക്കോട്ടെ, ആ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ നല്ല രസമുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ്, എസ്പെഷ്യലി ലളിതാമ്മേന്റെ കൂടെ? ലളിതാമ്മയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് ആദ്യം തന്നെ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ വർഷമായി 2014-16 കണ്ടാണ് ഞാൻ ചെയ്യണം. അപ്പോൾ എനിക്കിങ്ങനെ നെഞ്ചിടിക്കുക, ഇവരുടെയൊക്കെ കൂടെ ഇങ്ങനെ സിങ് സൗണ്ടാണ്. ഇതെങ്ങനെ എന്തെന്നൊക്കെ. ലളിതാമ്മേനെ ഒന്നും ഞാൻ നേരിട്ട് കാണുന്നുണ്ട് ജീവിതത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ആക്ട് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും അത്രയൊന്നും സ്വപ്നം കണ്ടിട്ടില്ല. അപ്പം ഞാൻ ആദ്യത്തെ ഡയലോഗ് നെഞ്ചിടിച്ചുകൊണ്ട് പറഞ്ഞതും ലളിതാമ്മ. കുറച്ചും കൂടെ ഒക്കെ ശബ്ദത്തിൽ പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഇല്ലാണ്ടായിപ്പോയി. ഞാൻ പിന്നെ ആ പറയുമ്പോഴേ അത്രയും പവർ ഉണ്ട്, പതുക്കെയാണ് പറയണേ. ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് എനിക്ക് ശരിക്കും ഇത് എവിടുന്നോ വന്നിട്ടുണ്ട്, ഇതൊക്കെ ഇനി ഇതിനെയൊക്കെ കൊണ്ട് ഇനി എത്ര കാലം ബുദ്ധിമുട്ടണം എന്നുള്ള ചിന്തയായിരിക്കും. കാരണം അയൽവക്കക്കാരാണ്. അപ്പൊ റീടേക്ക് ഒക്കെ പോവോ, ശബ്ദമൊന്നുമില്ല, ഇതിനെയൊക്കെ കൊണ്ട് പെട്ടല്ലോ എന്നുള്ള അവസ്ഥയായിരിക്കും. ഇവർക്കൊക്കെ വേഗം ഷൂട്ട് തീരണമല്ലോ. അപ്പം അടുത്തത് ഞാൻ വിചാരിച്ചു ഇനി മര്യാദയ്ക്ക് പറഞ്ഞില്ലേ പണി പാളുന്നു. ടെൻഷനൊക്കെ എവിടെയോ പോയി അടിപൊളിയായിട്ട് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരി ഓക്കെ ആയിരുന്നു, ഞാനുമായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു, നല്ലായിരുന്നു. എനിക്കൊന്ന് തട്ടിമുട്ടീൻ്റെ എന്താ പറയുക ബാക്ക് ബോൺ ആയിരുന്നു ലളിതാമ്മ. അതിനുശേഷം ഇപ്പം തട്ടിമുട്ടി ഇല്ലെങ്കിൽ പോലും ഇപ്പം മഞ്ജു ചേച്ചിനെ നമ്മൾ എവിടെ കണ്ടാലും നമ്മൾ മഞ്ജു ചേച്ചി ഇപ്പം ഏത് സിനിമ ചെയ്താലും നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്നത് തട്ടിമുട്ടി ആയിരിക്കും. അതെ. പിന്നെ മഞ്ജു ചേച്ചി നസീർക്കൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. നമ്മളെ ഉൾവലിഞ്ഞ് നിൽക്കാൻ വിടുകയില്ല. അവരിങ്ങോട്ട് ഇട്ടിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അതെനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഓക്കെ. അപ്പം തട്ടിമുട്ടിയും കഴിഞ്ഞു, പിന്നെ സീരിയലിലേക്ക് കയറാൻ തുടങ്ങുമായിരുന്നു. പിന്നെ എത്ര സീരിയലോളം ചെയ്യാൻ പറ്റിയായിരുന്നു? സീരിയൽ ഞാൻ ഹൃദയം, സ്നേഹസാന്ദ്രം ഏതൊക്കെയോ ചെയ്തിട്ടുണ്ട്. മനോരമയിൽ റാണി രാജ, അനുരാഗ ഗാനം പോലെ, വേറെ ഏഷ്യാനെറ്റിൽ ഏതോരണം, അത് അധികം എപ്പിസോഡൊന്നും ചെയ്തിട്ടില്ല. പിന്നെ വെബ് സീരീസുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൂര്യ കോമഡിയിൽ ഇപ്പോഴും കറന്റ് സൂര്യ കോമഡിയിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ടീമുണ്ട്, അവരുടെ കൂടെയാണ് ചെയ്തു തുടങ്ങിയത്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാ. പക്ഷെ ഇടയ്ക്ക് വെച്ച് എനിക്ക് സീരിയലിൽ ബിസി ആയി കഴിഞ്ഞപ്പം ഞാൻ അതിനകത്തുനിന്ന് ഒഴിവായി. പക്ഷെ എനിക്ക് ഭയങ്കര മിസ്സിങ് ആയിരുന്നു. ഈ സീരിയൽ വേറെ തന്നെ ഒരു പാറ്റേൺ അല്ലേ, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇവിടെ മിസ് ചെയ്യും. ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ കുടുംബത്തിലേക്ക് പോണ ഫീലാണ്. അവിടെ കുറെ തലതെറിച്ച് പിള്ളേരുടെ കൂടെ പിള്ളേരാണത്. അത് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും അവരുടെ കോളാമ്പി എന്ന് പറഞ്ഞിട്ട് സൂര്യ കോമഡിയിൽ ഒരു സിറ്റ്കോം ചെയ്യുന്നുണ്ട്. ആ സെയിം ക്രൂവിന്റെ അത് വേറെ എന്തൊക്കെ നിർത്തിയാലും അതങ്ങനെ നിർത്താതെ പോകുന്നുണ്ട്. അത് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് കോളാമ്പിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചത്, അപ്പോഴും ഞാൻ ആദ്യമേ ഇതുകൊണ്ടാണ് ചോദിച്ചത്, ഇപ്പൊ സീരിയല് പൊതുവെ സീരിയൽ മേഖലയിലുള്ള ഒരു സിനിമയിൽ ഇപ്പോൾ വളരെ കുറവാണ്. പക്ഷെ എന്നാൽ ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്. കാരണം ചിലർ പറയും നീ ഒരു സീരിയലിന് വേണ്ടിയുള്ളൊരു ആളാണ്, ചിലർ പറയുന്ന ഈ ഒരു സിനിമാറ്റിക് ഫേസ്, അത് അഭിനയത്തിലും പറയുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്? സിനിമയും സീരിയലും രണ്ടായതുകൊണ്ട്
സംഭവം ഒന്നാണെങ്കിൽ 2 എക്സ്പ്രഷൻസ് ആയതുകൊണ്ട് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുക? ഞാൻ സിനിമ ചെയ്യുമ്പോഴും സീരിയൽ ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ ആ കഥാപാത്രത്തിനോട് ആത്മാർത്ഥത കാണിക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇപ്പം എൻ്റെ ലുക്കാണെങ്കിൽ ഞാൻ ഏതാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് പെട്ടെന്ന് മാറും. ആ കോസ്റ്റ്യൂം ഇട്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് തന്നെ മിഥുൻ ചേട്ടൻ്റെ വൈഫായിട്ടാണ് ദുബായിൽ അങ്ങനത്തെ ഒരു മോഡൽ പാലമ്പഴത്തില. മറ്റേതിൽ കണ്ടിട്ടില്ലേ ഒരു നാടൻ സുഹാസിനി നാടൻ എന്തിലേക്കും എനിക്ക് പെട്ടെന്ന് പോവാൻ പറ്റും. ഞാൻ പറയണ്ട് ഡയറക്ടേഴ്സ് ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇനി മനസ്സിലാക്കിക്കോളൂ. മനസ്സിലാക്കി ഞാൻ തന്നെ എന്നെ തള്ളി പ്രൊമോട്ട് ചെയ്യാന്ന്. ഇല്ലില്ല, ആക്ച്വലി നമുക്ക് ആ ഒരു ബോധം ഉള്ളത് എപ്പോഴും നല്ലതാ. അല്ല, ഈ സീരിയലിൽ അഭിനയിക്കുമ്പോൾ സിനിമ വരുമോ ഇല്ലോ എന്നുള്ള ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഞാൻ ഇതിന്റെ ഓഡീഷന് പോയപ്പം ഞാൻ പതുക്കെ പറഞ്ഞേ, ഇപ്പം എന്താ ചെയ്യുന്നത്, ഞാനിപ്പോൾ കേരളത്തിൽ സീരിയൽ ചെയ്യുന്നുണ്ട്. അപ്പം അതെന്തിനാ പതുക്കെ പറയുന്ന ശബ്ദത്തിൽ പറഞ്ഞൂടെ, അതെന്തിനാ ഇങ്ങനെ ഒരു ഇതായിട്ട് പറയണെന്നാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. അപ്പം നമുക്ക് കുഴപ്പമില്ല. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലോ സിനിമയിലേക്ക്. അപ്പം ആ ഒരു സീരിയൽ മേഖല വേറൊരു അഭിനയത്തിലും എല്ലാത്തിലും വേറൊരു തലത്തിലാണ്. ഇപ്പം തട്ടിമുട്ടി വീണ്ടും ഞാൻ അതിലേക്ക് എത്തുവാണെങ്കിൽ തട്ടിമുട്ടിനകത്തേ നമ്മൾ പലതും കാണുമ്പോൾ ഭയങ്കര ഇവര് സ്ക്രിപ്റ്റ് ആണോ അതോ അവിടെ സ്പോട്ടിൽ നടക്കുവാണോ എന്നുള്ളൊരു സംശയം തോന്നും പല എപ്പിസോഡുകളിൽ. സത്യത്തിൽ അവിടെ എങ്ങനെ അവര് സ്പോട്ടിൽ ഇങ്ങനെ ഇംപ്രവൈസേഷൻ ചെയ്ത് വരുന്നതാണോ, എങ്ങനെ ആ ഒരു കണ്ടന്റില് ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഇംപ്രവൈസ് ചെയ്യുന്നതാ. നസീർക്ക് മഞ്ജു ചേച്ചിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അന്തം വിട്ട് നോക്കുന്നു. അത്രയും നന്നായിട്ട് ഇംപ്രവൈസ് ചെയ്ത് ചെയ്യും. അപ്പം അത് സ്ക്രിപ്റ്റ് ഉണ്ട്, പക്ഷെ ആ സിറ്റുവേഷനിൽ നമ്മളെല്ലാരും കൂടെ സംസാരിച്ചിട്ട് ഇംപ്രവൈസ് ചെയ്യുന്നതല്ലേ. അവർ അങ്ങനെ ഒരു സാധനം പറഞ്ഞു. പിന്നെ ഡയലോഗ് ഉൾപ്പെടെ എല്ലാം നമ്മൾ തന്നെ അങ്ങ് ചേഞ്ച് ചെയ്യുന്നേ അല്ലേ? അതെ. ഓക്കെ. ഇപ്പം വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് ചില സമയത്ത് ഈ കോളാമ്പിലൊക്കെ അങ്ങനെയാണ്. 4 കല്ല് വീണ ഓക്കെ. എല്ലാരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാരും സിങ്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ഈ കോളാമ്പിയിലും നിങ്ങൾ സ്ക്രിപ്റ്റ് ആണോ അതോ അവിടെ ഈ പറഞ്ഞ പോലെ? അതും ഈ പറയുന്ന പോലെ നമ്മുടെ ഡയറക്ടർ നമ്മൾക്ക് രാവിലെ ഇരുന്നിട്ട് ആള് വലിയ കാര്യത്തില് രാവിലെ എത്തണം എന്നൊക്കെ പറയൂട്ടോ. രാവിലെ പോകുമ്പോ എന്താ ഉണ്ടാവും അറിയാം, സ്ക്രിപ്റ്റും കൊണ്ട് ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ എനിക്ക് മനസ്സിലാവും വെട്ടത്തൊന്ന് റെഡി ആവേണ്ടി ഇതിപ്പ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വരാന്നൊക്കെ. ആളപ്പൊ എഴുതും, അപ്പൊ ഇരുന്ന് പെട്ടെന്ന് എഴുതിയിട്ട് നമ്മളോട് ഇന്നതാണ് സിറ്റുവേഷൻ എന്ന് പറയും. എന്നിട്ട് ഇടയ്ക്ക് ആളുടേതായിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ ചിലപ്പോൾ തരും. ചില സാധനങ്ങൾക്ക് അങ്ങനെ തന്നെ പറയണം എന്ന് പറയും. അപ്പം മാത്രം നമ്മൾ ചെറുതായിട്ടൊന്ന് പെട്ടുപോകുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പം പാലമ്പഴത്തിൽ പോലും ചേച്ചി ഇപ്പം ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റോൾ ചെയ്തു. നമ്മുടെ സൂസൂനകത്താണെങ്കിൽ സുഹാസിനി ചെയ്തു. അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി എന്നെ ഒക്കെ ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് താല്പര്യം സിനിമയിൽ. എൻ്റെ ഈ ബോഡി ലാംഗ്വേജിന് പറ്റിയ ഏത് തരം ക്യാരക്ടർ വന്നാലും ഞാൻ ചെയ്യും. അതെനിക്ക് പടം നല്ല കൺവിൻസിങ് ആണ്, സ്റ്റോറിയൊക്കെ കൺവിൻസിങ് ആണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഏത് തലത്തിലേക്ക് പോയി തിരിച്ചു വരാനും എനിക്ക് ഇഷ്ടമുണ്ട്. ഈ ക്യാരക്ടർ പിക്ക് ചെയ്യുന്ന അങ്ങനെ വല്ലതും ചേച്ചി നോക്കുന്നുണ്ടോ? ഐ മീൻ ഇന്ന ക്യാരക്ടർ എനിക്ക് ചെയ്യണമെന്ന് ഞാൻ മോഹിച്ചിരിക്കുക അങ്ങനെ എന്തെങ്കിലും? എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ടൈപ്പ് കാസ്റ്റ് ആയി പോവാണ്ടിരുന്നാൽ മതി. ഇന്നൊരു രീതി ചില ആൾക്കാരുണ്ടല്ലോ, ഇപ്പം എനിക്കങ്ങനെ ക്യാരക്ടർ റോള് ചെയ്യണം, നായിക ചെയ്യണം അങ്ങനെയൊന്നുമില്ല. എനിക്ക് ടൈപ്പ് കാസ്റ്റ് ആയി പോകരുത്. എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം, അങ്ങനത്തെ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഓക്കെ, അതാണ് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചത്. കാരണം ഇനിയിപ്പോൾ മുന്നോട്ട് വരുന്ന സിനിമകളും നമ്മൾ ആലോചിക്കില്ല. ഇപ്പം പാലമ്പഴം ഇറങ്ങി ഇപ്പം അതിനകത്തുനിന്ന് നെഗറ്റീവ് ഷെയ്ഡ് കണ്ടു കഴിയുമ്പോൾ നെക്സ്റ്റ് അങ്ങനെ ഒരു നെഗറ്റീവ് മൂവിയാണ് വരുന്നത്, നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ വരുന്നെങ്കിൽ ചൂസ് ചെയ്യുമായിരിക്കും? അങ്ങനെ നോക്കില്ല. ഇപ്പൊ ഈ ക്യാരക്ടർ ഒരു മീര ജാസ്മിന്റെ നാത്തൂനായിട്ടായിരുന്നു. ഇനിയിപ്പോ അടുത്തതിൽ ഭയങ്കര വേറെ ലെവൽ നെഗറ്റീവ് ഇത് ക്യാരക്ടർ ശരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടറൊക്കെ ആണെങ്കിലും എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് നെഗറ്റീവ് ഷെയ്ഡ് ആണെങ്കിലും പെർഫോമൻസ് ആണ്, എനിക്ക് പെർഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവണം. അല്ലാതെ വെറുതെ എന്നെ വിളിക്കണ്ട, വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇതായിട്ട് എന്നെ സ്ക്രീനിൽ വന്നിട്ട് എല്ലാവരും കാണണം എന്നുള്ള ആഗ്രഹമല്ല എനിക്ക്. ഈ നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, ക്യാമറേൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണല്ലോ നടിയാവുന്നത്. കുറേ കഥാപാത്രങ്ങളിലേക്ക് പോയി വരാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഒരു നടനാവണം നടിയാവണം നമുക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. നമ്മുടെ തട്ടിമുട്ടീനകത്തായിക്കോട്ടെ, ഇപ്പൊ സൂര്യ കോമഡിയിൽ ചെയ്യാം, അതൊക്കെ സിംഗ് സൗണ്ടാ. സിനിമയ്ക്കകത്ത് വരുന്നത് ഡബും വരുന്നുണ്ട്. സിംഗ് സൗണ്ടിനൊപ്പം അവര് ഡബും എന്തായാലും ഡബ് പിടിച്ച സിനിമയിൽ ഇറക്കത്തുള്ളൂ. അപ്പൊ ഇത് രണ്ടും കുറച്ചും കൂടെ കംഫർട്ട് ചെയ്ത ചേച്ചിക്ക് സിംഗ് സൗണ്ട്
എന്താ സംശയം? അത് നമ്മൾ അവിടെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ നാച്ചുറൽ സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ടേക്കിൽ കിട്ടുന്ന സംഭവം രണ്ടാമത് വരുമ്പോൾ നമ്മളത് ഒരു സാധനം ചെയ്ത് ആ ഓർമ്മ നമ്മുടെ ബ്രെയിനിൽ കിടക്കും. അപ്പോൾ അതൊരു മെക്കാനിക്കലാവും. അതുപോലെ എനിക്ക് ഡബ് ചെയ്യുമ്പോൾ എനിക്ക് ഓക്കെ അല്ല, ഞാൻ മെക്കാനിക്കലാവുന്ന പോലെ തോന്നും. പക്ഷെ VKPയുടെ കൂടെ അഭിനയിച്ച് കഴിഞ്ഞപ്പം എനിക്ക് ആക്ടേഴ്സിനെ ഉപയോഗിക്കുന്നത് ഭയങ്കര രസമായിട്ടാട്ടോ. നമ്മളെ നാച്ചുറൽ സാധനം കിട്ടും. ഇപ്പോൾ ഡബ് ചെയ്യാൻ പോയപ്പോഴാണ് അതിൽ ഡബ് ചെയ്ത് കാണുമ്പോഴാണെങ്കിലും അങ്ങനെ ഡബ് ചെയ്ത ഫീലൊന്നുമില്ല. അപ്പം എപ്പോഴെങ്കിലും ഇങ്ങനെ ഡബ് ചെയ്ത് പെട്ടുപോയിട്ടുണ്ടോ? ഷോ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇതെന്തിനാ ഇതൊക്കെ ചോദിക്കണേ? നമ്മൾ സത്യങ്ങൾ തന്നെ തുറന്ന് പറയണമല്ലോ അല്ലേ? ഫേക്കായിട്ട് സംസാരിക്കാനും പറ്റില്ലല്ലോ. ഡബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റൊരു ഓർമ്മയെ വരുള്ളൂ. ഞാൻ വേറെ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പണ്ട് നിക്കി കൽറാണിക്ക് ഒരു പടത്തിന് ഡബ് ചെയ്തു. അപ്പം ഞാൻ ഈ നാടകം ഒരു കറ എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര പെർഫോമൻസ് ആണത്. അത് കണ്ടിട്ട് ആരോ സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതിൻ്റെ സോളോ പ്ലേ ആയിരുന്നു. അത് കണ്ടിട്ട് എന്നെ ഇതിലേക്ക് ഡബ് ചെയ്യാൻ വിളിച്ചു. അപ്പൊ നിക്കിക്ക് ഭാഷ അറിയാതെ എനിക്ക് മറ്റേ വള്ളുവനാടൻ സ്ലാങ്ങിൽ ഇങ്ങനെ ഒപ്പിച്ച് വെച്ചിരിക്കുക ലിപ്പ്. എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ട് ഡബിങ് സെറ്റായില്ല തോന്നുന്നു. ഞാൻ തിയേറ്ററിൽ പോയിരുന്നിട്ട് പടം കണ്ടോണ്ട് ഇത് ആരാണ് ഡബ് ചെയ്തിരിക്കണത് ചോദിക്കണത് ഞാൻ കേൾക്കേണ്ടി വന്നു. അപ്പൊ ഡബിങ് എന്ന് പറയുമ്പോ എനിക്ക് അതാണ് വേറൊരാൾക്ക് വേണ്ടി ഡബ് ചെയ്തേന്നുണ്ട്. ചേച്ചിക്ക് സ്വന്തമായിട്ട് ഡബ് ചെയ്തപ്പോ എപ്പോഴെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ? സ്വന്തമായിട്ട് ഡബ് ചെയ്യുമ്പോൾ പെട്ടുപോകാറൊന്നുമില്ല. പിന്നെ ഇത് ഞാൻ തുടക്കത്തില് എന്റെ കാര്യമായിട്ടാ പറഞ്ഞു. തുടക്കത്തില് ഡബ് ചെയ്തപ്പോ ഇപ്പൊ എന്നെ ആരെങ്കിലും വേറെ ആൾക്ക് ഡബ് ചെയ്യാൻ വിളിച്ചാൽ ഞാൻ നന്നായിട്ട് ചെയ്യും. കാരണം ഇപ്പൊ എക്സ്പീരിയൻസ് ആയി. സെൽഫ് പ്രൊമോഷൻ സെൽഫ് പ്രൊമോഷൻ അല്ല, അത് പറഞ്ഞതിന്റെ പേരിൽ ആരെങ്കിലും വേണ്ട ഈ ശബ്ദം ഞാൻ ഇഷ്ടപ്പെട്ടിട്ടേ ആർക്കെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ടായ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് അത് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മള് തുടക്ക ടൈമിലായതുകൊണ്ടാണ് ഒരു ഇത്. ഇപ്പൊ ചെയ്തു വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ ചേച്ചിക്ക്? അപ്പൊ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. നാടകത്തിൽ ഇഷ്ടപ്പെട്ട നാടകം ഏതായിരുന്നു ചേച്ചിക്ക്? ഇഷ്ടപ്പെട്ട നാടകം കറ ഇഷ്ടമായിരുന്നു. പിന്നെ ചരിത്ര പുസ്തകത്തിലേക്ക് ഒരു ഏട്, അതാണ് ഞാൻ ശ്രദ്ധിക്കപ്പെട്ട നാടകം. ക്യാരക്ടർ എനിക്ക് കുറെ അവസരങ്ങളൊക്കെ വന്ന നാടകം അതാണ്. ഓക്കെ. അപ്പൊ അതിനകത്ത് ഞാൻ ഈ പറയണ പോലെ 5-6 ക്യാരക്ടർ. അതിനകത്ത് തഞ്ചാവൂർ ഭാരതീയ സൈക്കിൾ സർക്കസുകാരുടെ കഥയാണ്. അപ്പൊ അതിനകത്ത് ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും എനിക്ക് ഇഷ്ടമായിരുന്നു, ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ. അപ്പൊ സീരിയലിലോട്ട് വരുമ്പോഴോ? സീരിയൽ തട്ടിമുട്ടി ശകുന്തള. ഇപ്പോഴും ആൾക്കാർ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ശകു അല്ലേ എന്ന് ചോദിക്കും. അതെ, അത് സീരിയലിൽ ശകുന്തളയും ഇപ്പം അനുരാഗ ഗാനം പോലെയല്ലേ സ്നേഹ, ആ ക്യാരക്ടറും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, എനിക്കും ഇഷ്ടമായിരുന്നു. നല്ല സ്വഭാവമുള്ള ക്യാരക്ടറാണ്, രണ്ടും നന്മയുള്ളതാ. ശകുന്തള ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഓക്കെ. ശരിക്കും ഓർക്കുന്നുണ്ടോ? ഈ അങ്ങനെ സിറ്റുവേഷൻ പറയാം. മറ്റേ കോകിലേനെ മറ്റേ കൊല്ലുന്ന പറയത്തില്ലേ, ജാതകം വെച്ചിട്ട് നീ ഫേസ്ബുക്കിൽ നോക്കുമ്പോ നീ മരിച്ചു പോകുന്നത്. ശരിക്കും ഓർമ്മയുണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പൊ കൂടെ തട്ടിമുട്ടി ഇരുന്ന് കാണും. ഇപ്പൊ കാണും, കാരണം ഞാൻ വരുന്നോട്ടല്ലേ. അല്ല, സത്യമായിട്ടല്ല. അല്ല, പൊതുവെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം. നല്ല രസമായിരുന്നു അത്. ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിലാ കഥാപാത്രം ഉണ്ട്. ഞാൻ പോലും പണ്ടത്തെ എന്നെ മറന്നു. ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ മാറല്ലേ, ലുക്കും മാറുന്നുണ്ട് അങ്ങനെ. പക്ഷെ ആൾക്കാർക്ക് ഇപ്പോഴും എന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുക, അതാണ് ശകുന്തള എന്നുള്ളത്. സിനിമയിൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? എടാ, സിനിമയിൽ അങ്ങനെ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഒന്നും പറയാൻ മാത്രമൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. എൻ്റെ മനസ്സിൽ ഞാൻ ഇനി ഒരുപാട് വലിയ കഥാപാത്രങ്ങളൊക്കെ ചെയ്യാനുള്ളത് കാരണം ഇതുവരെ ചെയ്തു. ഇപ്പോൾ പാലും പഴത്തിലെ ക്യാരക്ടർ ഇഷ്ടമായി, സുഹാസിനി ഇഷ്ടമായി, അങ്ങനെയെല്ലാം വളരെ പേഴ്സണൽ തന്നെ. പന്തിൽ ഫാത്തിമ നല്ല ക്യാരക്ടറായിരുന്നു. അത് ഒരു 4-5 കുട്ടികളുടെ ഉമ്മയായിട്ട് ഭയങ്കര രസമുള്ള ക്യാരക്ടറായിരുന്നു. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇനിയിപ്പം ഇപ്പം അഭിനയത്തെ പറ്റി പറഞ്ഞു, നാടകത്തെ പറ്റി പറഞ്ഞു, സീരിയലിനെ പറ്റി ഇതെല്ലാം പറഞ്ഞു. ഇനി ഇതല്ലാതെ, അഭിനയമല്ലാതെ നമ്മുടെ ഉള്ളിലെ കഴിവെന്താണ് വേറെ? അഭിനയമല്ലാതെ നമ്മുടെ ഉള്ളിലെ കഴിവ് ഡാൻസ്, പാട്ട്, ഡ്രോയിങ്, പിന്നെ സ്പോർട്സ്, വെറുതെ ഇരിക്കുക, ഉറങ്ങുക, ഇതെല്ലാം ഓരോ കഴിവാ. അല്ല, ആക്ച്വലി എൻ്റെ തുടക്കം എനിക്ക് ആദ്യം കുക്ക് ചെയ്യും, ഉറക്കം ഇഷ്ടമാണ്. സഹിച്ചു. വെറുതെ ഇരിക്കാൻ ഇഷ്ടം. ഡാൻസ് ചെയ്യുമായിരുന്നു ആദ്യം. ഫസ്റ്റ് ഞാൻ ഫോക്കസ് ചെയ്ത് ഡാൻസിലായിരുന്നു. ഞാൻ കലാക്ഷേത്രയിൽ പോയി ഡാൻസ് ഒക്കെ ഭരതനാട്യമൊക്കെ പഠിച്ചിട്ടുണ്ട്.
പക്ഷെ പിന്നീട് എപ്പോഴും എനിക്ക് ഈ നാടകത്തിനോട് പ്രാന്ത് കയറി. അപ്പം നാടകം ചെയ്യുമ്പോഴത്തേന് ഈ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഇങ്ങനെ ഒതുങ്ങി ഭയങ്കര മറ്റേ ഒരു മോഹിനി നലം അങ്ങനത്തെ ഒരു രീതിയായിപ്പോവും. നാടകം ചെയ്യുമ്പോഴത്തേന് എനിക്കത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഒരു കുറച്ച് ഷൈ ആയിട്ടുള്ള ഒരു ആളായിരുന്നു പണ്ട്. അതാ ആ സമയത്ത് അപ്പം ഞാൻ ഡാൻസ് ഒഴിവാക്കി. പിന്നെ എനിക്ക് നാടകം ചെയ്തു തുടങ്ങിയപ്പോൾ അതിൽ തന്നെ മതി എന്നുള്ള സംഭവമായി. അപ്പോൾ പിന്നെ എന്താ പറയുക, ഡാൻസ് തന്നെ പറയാം ഒരു ഇഷ്ടപ്പെട്ടൊരു ഹോബി പാട്ട് കേൾക്കൽ. അങ്ങനല്ല, ഓക്കെ, പാട്ട് കേൾക്കൽ ഹോബിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡാൻസ് ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അഭിനയത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? വേറെ എന്നൊക്കെ ചെയ്യാൻ ഇഷ്ടം? വായിക്കും. അത് വായിച്ച് ഏത് പുസ്തകമൊന്നും ചോദിക്കരുത് കേട്ടോ. ചോദിക്കത്തില്ല, കാരണം ഞാൻ വായനയിൽ കുറച്ച് പുറകോട്ടാണ്. അല്ല, ഞാൻ വായിക്കാൻ ഇഷ്ടമാണ്. പിന്നെ വേറെന്താ, റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിരുന്നോ? ഇല്ല. അപ്പോൾ കുഴപ്പമില്ല. അങ്ങനെയല്ല, എനിക്ക് ആരെങ്കിലും പറഞ്ഞു കേട്ട ബുക്കുകൾ വായിക്കാൻ ഇഷ്ടമായിരിക്കും അല്ലേ? പറഞ്ഞു കേട്ടില്ല. ചില പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്കൊരു കിക്ക് കിട്ടും. അപ്പം അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് വായിച്ചു പോകും. തോന്നുമല്ലേ? വെരി ഗുഡ്. മിടിക്ക്. വായന എപ്പോഴും നല്ലതുള്ള കാര്യമാണ്. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇച്ചിരി പ്രോജക്ട്സ് തന്നെ പുതിയതായിട്ട് വരാനിരിക്കുന്നത്, പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം ഒന്ന് പറഞ്ഞുതരാം ബ്രീഫായിട്ട്. നാടകം ഇപ്പോൾ ഞാനിപ്പോൾ ആകെ ചെയ്യുന്നത് സൂര്യ കോമഡിയിലെ കോളാമ്പി ആണ്. അത് ഒരു തവണ പ്രമോഷൻ ചെയ്തു. അതെന്തുകൊണ്ടാ ഇതന്നെ പറഞ്ഞോണ്ടിരിക്കണത്. എനിക്ക് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ അവർ ഇന്നലെ ഷൂട്ട് ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു, ചേച്ചി ഞങ്ങളെ കുറിച്ച് പറഞ്ഞോണ്ടേ ഇരിക്കണേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളത് പ്രത്യേക സൂര്യ കോമഡിക്കാരുമായിട്ട് മെൻഷൻ ചെയ്ത് ഞങ്ങൾ ഇടുന്നതായിരിക്കും. പിന്നെ ഒരു നാടകം, മൂർത്തി സാറിന്റെ ഒരു നാടകം സംസാരിക്കുന്നുണ്ട്. അത് എന്താവുന്ന ഫൈനലൈസ് ആയിട്ടില്ല. പിന്നെ എനിക്കൊരു നല്ല നാടകം ചെയ്യണം. ഞാൻ അതിനു വേണ്ടിയുള്ള സ്ക്രിപ്റ്റിന്റെ ഡയറക്ടറിന്റെ ഒക്കെ അന്വേഷണത്തിലാണ്. ഞങ്ങൾ 2-3 ആക്ടേഴ്സ് തമ്മിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ സിനിമയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനാണോ ഇൻട്രസ്റ്റ്, അതോ ഇപ്പം ഈ പോകുന്ന രീതിയിൽ തന്നെ ഇരിക്കാനാണോ? എനിക്ക് അങ്ങനെയില്ല. എനിക്ക് നമുക്ക് എപ്പോഴും ഒരിക്കലും സിനിമ എന്ന് പറയുന്നത് ഒരു ഭാഗ്യവും, പിന്നെ നമുക്ക് പറ്റിയ കഥാപാത്രങ്ങൾ നമ്മൾക്ക് എഴുതിയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് തന്നെ വരും. സോ എനിക്ക് അങ്ങനെ ധൃതിയൊന്നുമില്ല. വരട്ടെ, ചെയ്യാം, വരുമ്പോൾ ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടം അഭിനയിക്കാനാണ്. അപ്പോൾ വരുമ്പോൾ ചെയ്യാം എന്നുള്ള മൂഡിലാണ് ഇരിക്കുന്നത്. ഓക്കെ, പുതിയതായിട്ട് ആരെങ്കിലും കൂടെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം, ഡയറക്ടർ, അങ്ങനെ എന്തെങ്കിലും മോഹങ്ങൾ, ഡ്രീം? അങ്ങനെയില്ല. നല്ല കഥാപാത്രങ്ങൾ വരിക, നല്ല സിനിമകളെ ഭാഗമാകാം. ഒരാളെ പറഞ്ഞിട്ട് വേറെ ആർക്കും വെറുതെ എന്തിനാ ആൾക്കാരെ പറയണ്ട. ഇപ്പൊ ഞാൻ ഒറ്റ വാക്കിൽ ചോദിക്കാം, എന്നാ ഡ്രീം? സൂര്യ കോമഡി കോളാമ്പി എന്ന് മാത്രം പറയരുത് പ്ലീസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പിള്ളേരൊക്കെ എൻ്റെ കൂടെ ചെയ്യുന്ന പിള്ളേരെന്ന് പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരും. ഡയറക്ടർ അഭിഷേക് അവരെന്താ ഇത്രയും പറയുന്നത് പറയാം. എനിക്ക് ഭയങ്കര കുറേ ഫ്രണ്ട്സൊന്നുമില്ല. അവിടെ പോകുമ്പം അവരെൻ്റെ ഭയങ്കര എല്ലാവരും ഫ്രണ്ട്സാണ്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ നിന്നിട്ട് കുറേ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അവരൊക്കെ കുറേ പടങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും എന്നെ അഭിനയിപ്പിക്കണം അവർ, ഇല്ലെങ്കിൽ ഞാൻ അവരെ കൊല്ലും. ഓക്കെ, അത് വേറൊരു ഡ്രീം. അത് ഞാൻ അവരെ അറിയിക്കുന്നതായിരിക്കും. അല്ലാതെ ഇനി വരാനുള്ള ഡ്രീം എന്നാ? അല്ലാതെ ഡ്രീം നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുക, കുറേ ആൾക്കാർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുക. നല്ലൊരു നാടകം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചരിത്ര പുസ്തകം വെച്ച് ചെയ്ത പോലെ പറന്ന് നടന്ന് നാടകം കളിക്കുക, ആൾക്കാരുടെയൊക്കെ സ്നേഹവും സന്തോഷമൊക്കെ കാണുക, അതൊക്കെ തന്നെ. ഇപ്പം പാലും പഴത്തിലെ പോലെ നല്ലൊരു ക്യാരക്ടർ കിട്ടി, അതേപോലെ മുന്നോട്ട് നല്ല ഒരുപാട് ക്യാരക്ടേഴ്സ് കിട്ടട്ടെ. അതുപോലെ നാടകങ്ങളും പ്ലേസും സീരിയലും സിനിമയും കൈ നിറയെ വർക്കുകളോടുകൂടി മുന്നോട്ട് പോട്ടെ. നല്ലൊരു എന്നാ പറയുക, ചേച്ചിയുടെ ഡ്രീം എന്താണോ ആ ഡ്രീം സക്സസ് ആവട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആശംസിക്കുന്നു. സോ തീർച്ചയായും ഞങ്ങളൊപ്പം നിങ്ങളുടെ ചേച്ചിയുടെ ലൈഫ് ഷെയർ ചെയ്ത് താങ്ക് യു സോ മച്ച്. എന്തായാലും മോളുടെ കൂടി ഇരുന്ന് സംസാരിക്കാൻ അടിപൊളിയായിരുന്നു. മോൾക്കും ഒരുപാട് നല്ല എന്താ പറയാ, ഞാൻ ഒരുപാട് പേരുകളിലെത്തട്ടെ. അഭിനയിക്കാൻ ഇഷ്ടമല്ലേ? അപ്പം മോൾക്കും കുറേ നല്ല കഥാപാത്രങ്ങളൊക്കെ കിട്ടട്ടെ. ഭാവിയിൽ ഞാൻ മോളെ ഇന്റർവ്യൂ ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. യെസ്, അതേപോലെ തിരിച്ച് ഞാൻ ആശംസിക്കുന്നു. എന്നാ പറയാ, നല്ല പ്രോജക്റ്റ് വരട്ടെ, മുന്നോട്ട് ചെയ്യാൻ പറ്റട്ടെ. സോ താങ്ക് യു സോ മച്ച്.